ഹലോ ഗായ്സ്, ഞാനിന്ന് സ്പെഷ്യൽ ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ബീഫിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് തിരുമ്മി കുക്കറിലിട്ട് ആദ്യം വേവിച്ചെടുക്കണം. അപ്പോഴേക്കും സവാള നന്നാക്കാം. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ബീഫും ചിക്കനൊക്കെ വെക്കുമ്പോൾ വിറകടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ കറിക്ക് ഒന്നും കൂടി ഒരു രുചി കൂടും. സവാള നന്നായി വഴന്നു വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. എൻ്റെ സഹായത്തിന് ശീക്കുട്ടനും ഉണ്ട് കേട്ടോ. ദേവു കറിയായോ അമ്മേ എന്ന് ചോദിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. ശീക്കുട്ടൻ ഇതിലെന്താ അമ്മേ, ഇത് കറിക്ക് ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അടുക്കള കുട്ടിപ്പട്ടാൾ അങ്ങ് കയ്യേറി കഴിഞ്ഞു. കറി ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ഇവിടുത്തെ പുകില്. സവാള വാടി വരുമ്പോഴേക്കും അവിടെ ഒരു തല്ലൂട്ടൊക്കെ കഴിഞ്ഞു. ശീക്കുട്ടൻ കരയാണ് കേട്ടോ. ഞാനില്ലേ ഇവരുടെ തല്ലൂട്ടത്തിലേന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്നുണ്ട് അടുക്കളയിലേക്ക്. ഇനി തക്കാളി ഇടാട്ടോ സവാളയിലേക്ക്. സവാളയും തക്കാളി നന്നായി വഴന്ന് വരട്ടെ. ഇതിലോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അത് നല്ല ബ്രൗൺ കളറാവുമ്പോൾ അതിലോട്ട് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് നല്ലപോലെ ഇളക്കാം. മുളകും മല്ലിയും നന്നായി മൂത്ത് വരുന്നത് വരെ ഇളക്കണം കേട്ടോ. അതിലോട്ട് വേവിച്ച് വെച്ച ബീഫ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബീഫിൻ്റെ വെള്ളം ഊറ്റി കളയണ്ട, ആ വെള്ളത്തോടക്കനെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുരുമുളക് പൊടി 2 സ്പൂൺ കുരുമുളക് പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സാധാരണയായി ബീഫ് വരട്ടാറാണ് പതിവ്. ഇത്തവണ ഞാൻ ഗ്രേവി ആയിട്ടാണ് വെക്കുന്നത് കേട്ടോ. നല്ല പോലെ ഇനി വറ്റണ വരെ നമുക്ക് മൂടി വയ്ക്കാം. ബീഫ് വറ്റി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.